ഇവിടെ ഒരാൾ ഫാക്ടറിയിൽ പണിയെടുക്കുമ്പോൾ കൈമുറിഞ്ഞ് കയ്യിൽ നിന്ന് 2 തുള്ളി ചോര നേരെ താഴേക്ക് വീഴുന്നു. പെട്ടെന്ന് ഇയാൾ പേടിച്ച് താഴെയുള്ള മെഷീൻ ഓഫ് ചെയ്യാൻ പാഞ്ഞു പോകുന്നു. അവിടെയുള്ള ബോട്ടിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കുപ്പിയുടെ ഇടയിൽ അവൻ ഒരു ചോരത്തുള്ളി കാണുന്നു. അയാൾ പെട്ടെന്ന് തന്നെ കയ്യിലെ കർച്ചീഫ് ഉപയോഗിച്ച് അത് തോർത്തിയെടുക്കുന്നു. എന്നിട്ട് കൈമുറിഞ്ഞ സ്ഥലത്ത് സൂപ്പർ ഗ്ലൂ എടുത്ത് തേച്ചു വയ്ക്കുന്നു. എന്നിട്ട് മുകളിലുള്ള ലീഡറിനോട് മെഷീൻ ഓൺ ചെയ്യാൻ പറയുന്നു. പക്ഷേ ഒരു ബോട്ടിൽ നിന്ന് ഒരു തുള്ളി രക്തം വീണത് ആരും കണ്ടില്ല. ശേഷം ആ ബോട്ടിലിലേക്ക് മെഷീൻ ജ്യൂസ് നിറയ്ക്കാൻ തുടങ്ങി. അവിടെയുള്ള വർക്കേഴ്സ് ആ ബോട്ടിലുകളെല്ലാം പാക്ക് ചെയ്ത് ബ്രസീലിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. ഇതൊന്നും അറിയാത്ത ആ കുപ്പി വാങ്ങിച്ചയാൾ അത് കഴിച്ചയുടൻ തന്നെ മരിച്ചു വീഴുന്നു. ഈ വാർത്തയറിഞ്ഞ പോലീസുകാർ ആ ജ്യൂസ് എടുത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ അറിഞ്ഞത് അതിൽ കൂടിയ അളവിൽ ഗാമ റേഡിയേഷൻ കലർന്ന ചോര കണ്ടെത്തി. പോലീസ് മേധാവി അവിടുത്തെ സ്പെഷ്യൽ ഫോഴ്സിന് ആ ചോരയുടെ ഓണറെ പിടിച്ചു കൊണ്ടുവരാൻ പറയുന്നു. സാറ്റലൈറ്റ് ഉപയോഗിച്ച് ആ ആളുടെ വീട്ടിലേക്ക് പോയി അവനെ കണ്ടുപിടിക്കുന്നു. പക്ഷെ അവിടെ അവനല്ല ഉണ്ടായത്, 2 പില്ലോ മാത്രമായിരുന്നു. അവൻ നേരത്തെ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. അവന്റെ സ്പെഷ്യൽ ഫോഴ്സ് തേടി വരുമ്പോൾ അവൻ ഓടി രക്ഷപ്പെടുന്നു. പോകുന്ന സമയത്ത് അവൻ വാച്ച് നോക്കുമ്പോൾ ഹാർട്ട് റേറ്റ് കൂടുന്നത് കാണുന്നു. അവൻ കുറച്ചു സമയം വിശ്രമിക്കുന്നു. അവൻ വീണ്ടും ഓടിപ്പോകുമ്പോൾ അവിടുത്തെ ഒരു ഗുണ്ടയുമായി ഇടിക്കുന്നു. എന്നെ വിട്ടേക്ക് എന്ന് പറഞ്ഞ് അവൻ അപേക്ഷിച്ചെങ്കിൽ അവർ അവനെ കൂട്ടി അവരുടെ താവളത്തിലേക്ക് പോകുന്നു. അവിടെ അവർ അടിക്കുന്ന സമയത്ത് അവന്റെ ഹാർട്ട് റേറ്റ് 200 കടക്കുന്നു. അപ്പോഴേക്കും അവന്റെ കണ്ണ് പച്ച നിറത്തിലായി. അവരെ അടിക്കാൻ പോയൊരു ഗുണ്ടയെ അവൻ തിരിച്ച് ആക്രമിക്കുന്നു. ഇത് കണ്ട ബാക്കി ഗുണ്ടകൾ ആക്രമിക്കുന്ന സമയത്ത് അവൻ അവരെയും ആക്രമിക്കുന്നു. അപ്പോഴേക്കും സ്പെഷ്യൽ ഫോഴ്സ് അവിടെ എത്തി ഇരുട്ടിലുള്ള ആ ഭീകരരൂപം കണ്ട് അവർ പേടിക്കുന്നു. എന്താണ് അവർ കണ്ടത് എന്നറിയാൻ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. കൂടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക.